ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026-ലെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ്. നിങ്ങളുടെ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കിത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാം. റെഡിയല്ലേ? പരീക്ഷ അടുത്തു വരുമ്പോൾ ഇത്രയധികം കാര്യങ്ങൾ എങ്ങനെ ഓർത്തുവെക്കും എന്നോർത്ത് ടെൻഷനുണ്ടോ? ഏയ്, അതൊന്നും സാരമില്ല. നമുക്കത് ശരിയാക്കാം. വെറും 5 മിനിറ്റ് മതി. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു തരാം. നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ സാർ ഇവിടെ ഇല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഹൈലൈറ്റ്സ് നോക്കാം. PSC പരീക്ഷകൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ചു കാര്യങ്ങളാണിത്. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോ ആദ്യത്തെ കാര്യം, 15ാമത്തെ കേരള നിയമസഭയുടെ 16ാമത്തെ സമ്മേളനം അത് തുടങ്ങിയത് 2026 ജനുവരി 20-നാണ്. ഈ ഡേറ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കണം, കാരണം ചില പരീക്ഷകൾക്ക് നിയമസഭാ സമ്മേളനങ്ങളുടെ തീയതി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്തത് ഒരു പുതിയ സംഭവമാണ്, സ്റ്റേറ്റ് മൈക്രോബ്. എന്താണിതെന്നല്ലേ? ഒന്നുമില്ല, നമുക്ക് സംസ്ഥാന പക്ഷിയും സംസ്ഥാന മൃഗവും ഒക്കെയുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിനെ പ്രതിനിധീകരിക്കാൻ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുന്ന ഒരു സൂക്ഷ്മാണു. സിമ്പിൾ. ഇത് പുതിയൊരു കോൺസെപ്റ്റാണ് കേട്ടോ. ഇനി പറയുന്ന പോയിന്റ്, ഇതൊന്ന് സ്റ്റാർ ഇട്ട് വെച്ചോളൂ. പരീക്ഷയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വന്തമായി ഒരു സ്റ്റേറ്റ് മൈക്രോബിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. ഓർക്കുക, ഇന്ത്യയിൽ ആദ്യമെന്ന് വരുന്ന എന്ത് കാര്യവും PSCയുടെ ഒരു ഇഷ്ടചോദ്യമാണ്. അപ്പോൾ ഇത് ഉറപ്പായും പഠിക്കണം. ഇനി നമുക്കൊരു അവാർഡ് നോക്കാം. 2026-ലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം കിട്ടിയത് OV ഉഷയ്ക്കാണ്. ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ പ്രിയ കവിതകൾ. അപ്പോ ഇവിടെ 2 കാര്യങ്ങൾ ഓർക്കണം. 1 പേര് OV ഉഷ, 2 കൃതി പ്രിയ കവിതകൾ. രണ്ടും മാറിപ്പോകരുത്, രണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ നോക്കി. ഇനി നമുക്ക് നേരെ നാഷണൽ ലെവലിലേക്ക് പോകാം. റാങ്ക് ലിസ്റ്റിലെ ടോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് ഒന്നുപോലും മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെയെല്ലാം കയ്യിലുള്ള ആധാറിന് ഒരു പുതിയ ഒഫീഷ്യൽ ചിഹ്നം വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഉദയ്. ഇതോർക്കാൻ ഒരു ചെറിയ ട്രിക്കുണ്ട്. ഉദയ് നമ്മുടെ മലയാളത്തിലെ ഉദയം എന്ന വാക്കുപോലെയില്ലേ? അപ്പോ ആധാറിന്റെ ഒരു പുതിയ ഉദയം എന്നോർത്താൽ മതി. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? അടുത്തത് സ്പോർട്സിൽ നിന്നൊരു പോയിന്റാണ്. 2026-ലെ സന്തോഷ് ട്രോഫി ഫുട്ബോളിന് വേദിയാകുന്നത് അസ്സാമാണ്. ഈ വേദികൾ, അതായത് വെന്യൂസ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഓർത്തുവെക്കുക, 2026 സന്തോഷ് ട്രോഫി അസ്സാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ സ്പോർട്സിലെ ഒരു ഇതിഹാസത്തെക്കുറിച്ചാണ്. 2012-ലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ഒരു ബ്രോൺസ് മെഡൽ നേടി നമ്മളെല്ലാം അഭിമാനിപ്പിച്ച സൈന നെഹ്വാളിനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇന്ത്യൻ ബാഡ്മിന്റൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരുകളിൽ ഒന്നാണ് സൈനയുടേത്. അപ്പോ ആ ഇതിഹാസ താരം നമ്മുടെ സൈന നെഹ്വാൾ 2026 ജനുവരിയിൽ പ്രൊഫഷണൽ ബാഡ്മിന്റണിൽ നിന്ന് വിരമിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം റീസെന്റായിട്ട് റിട്ടയർ ചെയ്യുന്ന ഫേമസ് സ്പോർട്സ് താരങ്ങളെക്കുറിച്ച് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്തത് നമ്മുടെ രാജ്യത്തിന് ശരിക്കും അഭിമാനിക്കാനുള്ളൊരു കാര്യമാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒന്നാണ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം. ഈ സിസ്റ്റം ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ കരാർ ഒപ്പിട്ട രാജ്യമാണ് അർമേനിയ. ഇത് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു വലിയ വിജയമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാങ്ങിയ രാജ്യമേതാണ്? അർമേനിയ. ഓക്കെ, അപ്പോൾ കേരളം കഴിഞ്ഞു, ഇന്ത്യ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ലോകവാർത്തകളിലേക്ക് പോകാം. ലോകത്ത് നടക്കുന്ന പ്രധാന സംഭവങ്ങൾ അറിയുന്നത് നമ്മുടെ പരീക്ഷകൾക്ക് വളരെ അത്യാവശ്യമാണല്ലോ. 2026 ജനുവരി 1-ാം തീയതി മുതൽ ബൾഗേറിയ എന്ന രാജ്യം യൂറോ അവരുടെ ഒഫീഷ്യൽ കറൻസിയായിട്ട് സ്വീകരിച്ചു. യൂറോ കറൻസിയായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ രാജ്യം കൂടി വന്നു. ഇതൊരു ക്ലാസിക് GK ചോദ്യമാണ്. ഏതാണ് ആ രാജ്യം? ബൾഗേറിയ. ഇവിടെ ശ്രദ്ധിക്കൂ, ഇന്ത്യൻ വംശജനായ സോഹ്രാൻ മൊമാനി ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത്തെ മേയറായിട്ട് സ്ഥാനമേറ്റു. ഇതൊരു വലിയ കാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെത്തുന്ന ഇന്ത്യൻ വംശജർ എപ്പോഴും പരീക്ഷയിലൊരു ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോ പേര് മറക്കണ്ട, സോഹ്രാൻ മൊമാനി, സ്ഥലം ന്യൂയോർക്ക് സിറ്റി. വീണ്ടും സ്പോർട്സിലേക്ക് വരാം. 2026-ലെ ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ കിരീടം നേടിയത് സെനഗലാണ്. ഫൈനലിൽ തോൽപ്പിച്ചത് മൊറോക്കോയെയും. അപ്പോൾ വിന്നറ് സെനഗൽ, റണ്ണറപ്പ് മൊറോക്കോ. രണ്ടും ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ്. ഇനി ഒരു പ്രധാന വ്യക്തിയുടെ വിയോഗത്തെക്കുറിച്ചാണ്. ലോക പ്രശസ്തനായ ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ് വാലന്റീനോ ഗെറവാനി. അദ്ദേഹം 2026 ജനുവരിയിൽ അന്തരിച്ചു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ
പേര് മാത്രമല്ല അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു, ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ എന്നൊക്കെ ചോദിക്കാം. അപ്പോ വാലന്റിനോ ഗെറവാനി, ഇറ്റലി, ഫാഷൻ ഡിസൈനിങ്. ശരി, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോന്ന് നോക്കിയാലോ? ഒരു മിന്നൽ പിണറ് പോലെ ഒരു റിവിഷൻ. ഞാൻ ചോദ്യം ചോദിക്കുമ്പോഴേക്കും മനസ്സിലുത്തരം വരണം. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ! ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാ. ആരാണ് 2026 പന്തളം കേരളവർമ്മ പുരസ്കാരം നേടിയത്? ഉത്തരം OV ഉഷ. കിട്ടിയോ? കിട്ടിയെങ്കിൽ സൂപ്പർ. അടുത്ത ചോദ്യം പെട്ടെന്ന് പറയണേ. ഇന്ത്യയിൽ നിന്ന് പിനാക റോക്കറ്റ് സിസ്റ്റം വാങ്ങാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ആൻസർ ഇസ് അർമേനിയ. ശരിയാക്കിയ എല്ലാവർക്കും ഒരു വലിയ കയ്യടി. തെറ്റിപ്പോയെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മളിപ്പോ പഠിച്ചില്ലേ, അതാണ് കാര്യം. അപ്പോ നമ്മള് അവസാന ഘട്ടത്തിലേക്ക് കടക്കാണ്. നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചു എന്ന് സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണിത്. ഒരു മിനി മോക്ക് ടെസ്റ്റ് പോലെ ഇതിനെ കണ്ടാൽ മതി. ശ്രദ്ധിച്ചു കേൾക്കുക. 3 ചോദ്യങ്ങൾ. 1. ആധാറിന്റെ പുതിയ ഒഫീഷ്യൽ ചിഹ്നത്തിന്റെ പേരെന്താണ്? ഉത്തരം ഉദയ്. 2. സൈന നെഹ്വാൾ ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ബാഡ്മിന്റൺ. ഇനിയൊരു ബോണസ് ചോദ്യം. 2026 ജാനുവരിയിൽ 18 പേരുടെ മരണത്തിനിടയാക്കിയ വലിയൊരു കാട്ടുതീയുണ്ടായ രാജ്യം ഏതായിരുന്നു? ഉത്തരം ചിലി. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയെങ്കിൽ നിങ്ങൾ ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങളിനി ഒരിക്കലും മറക്കില്ല എന്ന് ഉറപ്പുള്ളൊരു പോയിന്റ് ഏതാണ്? മനസ്സിലൊന്ന് ഓർത്തുനോക്കൂ. എല്ലാവരും നന്നായി പഠിക്കുക, വരുന്ന പരീക്ഷയിൽ ഗംഭീര വിജയം നേടുക. എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.